പഴയ കാലത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു സമൂഹവും ഇന്നത്തെ കാലഘട്ടവും പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് എൻ്റെ ഒന്നും ഓർമ്മയിൽ ആ രീതിയിലേക്ക് വന്നില്ലെങ്കിലും കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരുപാട് അംഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബം. അതിനൊരുപാട് മാറ്റം വന്നു. ഇന്ന് അച്ഛനും അമ്മയും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്നുള്ള രീതിയിലേക്ക് ഒരു അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു അല്ലെങ്കിൽ അണുകുടുംബ വ്യവസ്ഥിതിയെ നമ്മൾ കുറ്റം പറയുന്നതല്ല. എന്നാലും അച്ഛനും അമ്മയും തിരക്കായിരിക്കും. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള തിരക്ക് നമ്മളെ മക്കൾക്കായിരിക്കും. ഈ 2 കൂട്ടരുടെയും തിരക്കിൻ്റെ ഇടയിലേക്ക് വരുന്ന വിള്ളലുകൾ, ചെറിയ വിള്ളലുകളല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുവരുന്നത്. ആ വലിയ വിള്ളലുകളാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിനേക്കാൾ അപ്പുറത്തേക്കാണ്. ഇവിടെ നമ്മൾ സ്വാഗത ഭാഷണം നടത്തുമ്പോൾ സൂചിപ്പിച്ചു, നമ്മളെ പുതുതലമുറകളൊക്കെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ മാറിക്കഴിഞ്ഞുള്ളത്. മാറ്റം നല്ലതാണ്, കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ സ്മാർട്ട് ഫോൺ നമ്മൾ നല്ലതിനേക്ക് മാത്രം ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നല്ല ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് മാത്രമേ സ്മാർട്ട് ഫോൺ നമ്മളുടെ ഇടയിലേക്ക് ഒരു വില്ലനായിട്ട് വരുന്നുള്ളൂ. കുട്ടികളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്നുള്ള നിഗമനത്തിലെത്താതെ അവരെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവരെ നേരായ വഴിയിലേക്ക് നയിക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകണം. നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് എത്തിയത് കൊണ്ട് മാത്രം ഇവിടെ സൂചിപ്പിച്ചെന്നാണ്. ഞാൻ ഏതൊരു പരിപാടിയിലേക്കും ആൾക്കൂട്ടം കാണുന്ന പരിപാടിയിലേക്ക് ഇത്തരത്തിലേക്കുള്ള ഒരു കാര്യം സൂചിപ്പിക്കാതെ ഇതുവരെ പോയിട്ടില്ല. കാരണം അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് ഇതുകൂടെ ഇവിടെ പരാമർശിച്ചു പോയത്. മറ്റൊന്നും പറയുന്നില്ല. എന്തായാലും സന്തോഷകരമായ ഈ ഒരു സാഹചര്യത്തിൽ അതിരുവിട്ട് അല്ലെങ്കിൽ പരിധി വിട്ട് ഇത്തരത്തിലേക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാനും അതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും വേണ്ടി സാധിച്ചത് എന്നോടൊപ്പം ഞാനിപ്പോൾ 2010 മുതൽ ഇന്നത്തെ ദിവസം വരെ വടകര നഗരസഭയിൽ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കണം. 2010 ഞാനും ഈ കുടുംബത്തിലെ മിനിയേച്ചിയും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് മിനിയേച്ചിയുടെ ക്ഷണപ്രകാരമാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പയ്യോളി ചെയർമാനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കുന്നങ്ങോത്ത് കുടുംബത്തിൻ്റെ ഈ കുടുംബ സംഗമ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇനിയും രാത്രി 10 മണി വരെയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്. ഒരുപാട് കല്യാണങ്ങളും വീട്ടുകൂടൽ ചടങ്ങും അതിലുപരിയായിട്ടുള്ള മറ്റ് തിരക്കുകളൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ട്. ആ സ്മാർട്ട് ഫോൺ അന്ന് നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ പഠനം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും കയ്യിലേക്ക് ഫോണായി. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഓൺലൈൻ സംവിധാനത്തിൽ നിന്നും ഓഫ്ലൈനിലേക്ക്